ദിശയുടെ അടിസ്ഥാനത്തിൽ താഴോട്ടുള്ള ആശയവിനിമയം, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരുമായി നടത്തുന്ന ആശയവിനിമയം. എക്സാമ്പിൾ, ഉത്തരവുകൾ, നിർദ്ദേശങ്ങൾ. മുകളിലോട്ടുള്ള ആശയവിനിമയം, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. കീഴുദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരുമായി നടത്തുന്ന ആശയവിനിമയം. എക്സാമ്പിൾ, റിപ്പോർട്ടുകൾ, പരാതികൾ. സമാന്തര ആശയവിനിമയം, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഒരേ തലത്തിലും പദവിയിലുമുള്ള ആളുകൾ തമ്മിൽ ആശയം കൈമാറുന്ന രീതി. കോണോട് കോൺ ചേർന്ന ആശയവിനിമയം, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. വിവിധ തരത്തിലുള്ള ആളുകൾ തമ്മിലുള്ള ആശയവിനിമയം. എക്സാമ്പിൾ, ഒരു വകുപ്പ് തലവനും മറ്റൊരു വകുപ്പിലെ ജീവനക്കാരനും തമ്മിൽ. 3. ആശയം പ്രകടിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. വാചികമായ ആശയവിനിമയം, ഓറൽ കമ്മ്യൂണിക്കേഷൻ. വാക്കുകളിലൂടെ നടത്തുന്ന ആശയവിനിമയം. പ്രതികരണങ്ങൾ അപ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നു. ലിഖിത ആശയവിനിമയം, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. എഴുതിയിട്ടുള്ള വാക്കുകളോ ഗ്രാഫുകളോ റിപ്പോർട്ടുകളോ ഉപയോഗിക്കുന്നത്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കും നിയമസാധുതയ്ക്കും ഉപയോഗിക്കുന്നു. ആംഗ്യങ്ങൾ ഉപയോഗിച്ചുള്ള ആശയവിനിമയം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ശരീരഭാഷയിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന സമ്പ്രദായം. ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങൾ, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. സെമാന്റിക് തടസ്സങ്ങൾ, സെമാന്റിക് ബാരിയേഴ്സ്. ഭാഷാ തടസ്സങ്ങൾ, അയക്കുന്നയാളും സ്വീകരിക്കുന്നയാളും തമ്മിലുള്ള തെറ്റായ ആശയവിനിമയം മൂലമുണ്ടാകുന്നത്. ഒരേ വാക്കിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടാകുന്നത് ഇതിന് കാരണമാകാം. മനഃശാസ്ത്രപരമായ തടസ്സങ്ങൾ, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. വ്യക്തിയുടെ വികാരങ്ങളും മാനസികാവസ്ഥയും ആശയവിനിമയത്തിന് തടസ്സമായി പ്രവർത്തിക്കുന്നത്. ഓർഗനൈസേഷണൽ തടസ്സങ്ങൾ, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. സ്ഥാപനത്തിൽ നിലവിലുള്ള ഘടന, നിയമങ്ങൾ, ചട്ടങ്ങൾ എന്നിവ കാരണമുണ്ടാകുന്ന തടസ്സങ്ങൾ. ഫിസിക്കൽ തടസ്സങ്ങൾ, ഫിസിക്കൽ ബാരിയേഴ്സ്. ആശയവിനിമയം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഭൗതികമായ തടസ്സങ്ങൾ. എക്സാമ്പിൾ, അടഞ്ഞ വാതിലുകൾ, ക്യാബിനുകൾ, ശബ്ദം, ദൂരം. ഉപകരണങ്ങളുടെ തകരാറുകൾ, ടെക്നിക്കൽ ബാരിയേഴ്സ്. ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തന തകരാറുകൾ.